കെഎസ്ആർടിസിയുടെ പാക്കേജ് ടൂറിന് പോയ ബസ് കേടായി. ഗവിക്ക് യാത്ര പോയ 38 അംഗ സംഘമാണ് വനമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. രാവിലെ 11 മണിക്ക് അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് യാത്രക്കാർ പറയുന്നു. ചില പ്രതികരണങ്ങൾ ലഭ്യമാണ്. അതിലേക്ക് അല്ല, നമ്മൾ 4 മണിക്കൂറൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ 11:50 നമുക്ക് മെസ്സേജ് കിട്ടി. നമ്മൾ 12:10 വണ്ടി പകരം കൊടുത്തു വിട്ടു. അത് നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല ഇതുവരായിട്ട്. ആദ്യമായിട്ടല്ലേ ഇതിനു മുമ്പ് പലവട്ടം ഇത്തരത്തിൽ ഗവിക്ക് പോയ ബസ്സുകൾ കേടായി കിടന്നിട്ടുണ്ട്. ആൾക്കാർ നിരാശരായി തിരിച്ചു വരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ളൊരു യാത്ര പോകുമ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ സംവിധാനങ്ങൾ വേണ്ടതായിരുന്നു. ക്രമീകരണം ചെയ്താൽ വേണ്ടുന്നേ. വണ്ടികളുടെ ഇതല്ലേ, മെക്കാനിക്കൽ തകരാറ് ഏത് നിമിഷം സംഭവിക്കാവുന്നല്ലേ. ഇത് നമ്മൾ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അത് BTC കോർഡിനേറ്റർമാരുണ്ട്, അത് അവർ ആണ് തീരുമാനിക്കുന്നത്. അതിന് പ്രത്യേക സെക്ഷനുണ്ട്. അതിനുള്ള തീരുമാനം അല്ലെ അടുത്ത് നമ്മൾ വേറെ വണ്ടി അറേഞ്ച് ചെയ്യും. അതില്ല. അത് യൂണിറ്റ് ഓഫീസറൊക്കെ ആലോചിച്ച് ചെയ്യും. നമ്മൾ ചെയ്തു. ബിലാലുണ്ട്. KSRTCയുടെ ഭാഗത്തുള്ള പ്രതികരണമാണ്. അവർ ഇങ്ങനൊരു പ്രശ്നം ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ വൈകാതെ വാഹനം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് ബിലാൽ വിവരങ്ങളുമായിട്ട്. ബിലാൽ, നമ്മളിപ്പോൾ തത്സമയ റിപ്പോർട്ടറിലടക്കം KSRTCയുടെ ഇത്തരം ട്രിപ്പുകളെക്കുറിച്ചൊക്കെ സന്തോഷകരമായ വാർത്തകൾ പങ്കുവയ്ക്കാറുള്ളതാണ്. അങ്ങനെ തന്നെ പോകട്ടെ. ഈ വേനൽക്കാലത്ത് KSRTCക്ക് ഒരു വരുമാന മാർഗമാകട്ടെ എന്നാണ് കരുതുന്നത്. ഇതും പറഞ്ഞ പോലെ യന്ത്ര സംവിധാനമല്ലേ, പക്ഷെ അതിന് പെട്ടെന്ന് തന്നെ ഒരു പരിഹാര മാർഗം കണ്ടെത്തുന്നതിൽ ഒരു വീഴ്ചയുണ്ടോ? അങ്ങനെ ഒരു ക്രൂശിക്കേണ്ട നിലയുണ്ടോ? പത്തനംതിട്ടയിൽ നിന്നും 65 കിലോമീറ്റർ ഉൾഭാഗത്താണ്. ചുരുക്കത്തിൽ ആ 65 കിലോമീറ്ററിൽ തന്നെ അവസാനത്തെ ഇപ്പോൾ 20 കിലോമീറ്ററോളം ദൂരം എന്നുള്ളത് വനമേഖലയാണ്. അതിനാൽ തന്നെ യഥാസമയം വിവരം അറിഞ്ഞാലും പകരം വാഹനം പത്തനംതിട്ടയിൽ നിന്നും അവിടെ എത്താൻ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. കൺട്രോളിംഗ് ഇൻസ്പെക്ടർ MG രാജീവ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ രാവിലെ 11:50 ഗവിയിലേക്ക് പോയ ടൂർ പാക്കേജ് ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്നുള്ള വിവരം പത്തനംതിട്ട ഡിപ്പോയിൽ ലഭ്യമാകുന്നത്. 12:10 ഇവിടെ നിന്നും വാഹനം അവിടേക്ക് പുറപ്പെട്ടിരുന്നു. ഒപ്പം ജീപ്പിൽ ടെക്നീഷ്യന്മാരും പുറപ്പെട്ടിരുന്നു. പക്ഷേ വാഹനം അവിടെ എത്തിയപ്പോൾ പകരം എത്തിയ വാഹനത്തിനും യന്ത്ര തകരാറ് കണ്ടതിനെ തുടർന്ന് ഇപ്പോൾ കുടുങ്ങിയ ഒരവസ്ഥയാണ്. ചുരുക്കത്തിൽ വാഹനത്തിൻ്റെ തകരാറുകൾ അവിടെ വെച്ച് തന്നെ പരിഹരിച്ച് ആളുകളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ രാവിലെ ഇന്ന് പുലർച്ചെ കൊല്ലം ചടയമംഗലത്ത് നിന്നാണ് 38 യാത്രക്കാരും 2 ബസ് ജീവനക്കാരും അടക്കം യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ അവർ രാവിലെ പത്തനംതിട്ടയിൽ എത്തുകയും കോന്നി അടവി എക്കോ ടൂറിസം സെന്റർ സന്ദർശിച്ച ശേഷം ഗവിയിലേക്കുള്ള യാത്രയിലായിരുന്നു. 65 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ആങ്ങമൂഴിയിലെത്തിയ സമയത്താണ് ഇത്തരത്തിൽ ബസ്സിന് യന്ത്ര തകരാറ് വരികയും അങ്ങനെ വഴിയിൽ അവർ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളത്. വനമേഖലയാണ് എന്നതിനാൽ തന്നെ ഭക്ഷണം, വെള്ളം അടക്കമുള്ളവ ലഭ്യമാകാൻ യാതൊരു മാർഗവുമില്ല. മറ്റൊന്ന്, തിരികെ മറ്റേതെങ്കിലും തരത്തിൽ സ്വന്തം നിലയിൽ വാഹനം കണ്ടെത്തി വരാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. പ്രത്യേകിച്ച് വനമേഖലയാണ് എന്നത് തന്നെയാണ് അതിന് തടസ്സമായിട്ടുള്ളത്. ചുരുക്കത്തിൽ ഇത്തരം യാത്രകൾ ക്രമീകരിക്കുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഉച്ചഭക്ഷണം ക്രമീകരിക്കുക, അവിടെ നിന്നും ഏറെക്കുറെ 35 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് ഗവിയോട് ചേർന്ന ഒരു പ്രദേശത്തായിരിക്കും സാധാരണഗതിയിൽ ഇവർക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്യുക. എന്നാൽ അത്തരത്തിൽ ആ ദൂരം പിന്നിടാൻ കഴിയാത്തതിനെ തുടർന്ന് ഭക്ഷണവും വെള്ളവും അടക്കം കിട്ടാതെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അടക്കം വരുന്ന യാത്രക്കാർ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി വാഹനം ഇവിടെ നിന്ന് എത്തിയിട്ടുള്ള ടെക്നീഷ്യന്മാർ ശരിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ വാഹനം റണ്ണിംഗ് കണ്ടീഷനിലാക്കിയ ശേഷം യാത്രക്കാരുമായി മടങ്ങി വരും എന്നുള്ളതാണ് KSRTC അധികൃതർ വിശദീകരിക്കുന്നത്. ശരി.